അങ്ങനെ നമ്മുടെ ജിഷിനെയും ജിസേൽ അമ്മായി വലയിലാക്കി. ഇന്നലെ നിങ്ങളെ ലൈവ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, അല്ലാതെ തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇന്നലെ എനിക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താൻ കഴിഞ്ഞില്ല വീഡിയോയുമായിട്ട്, സോറി, ഞാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ലൈവ് എല്ലാം ഫുള്ള് കണ്ടിട്ടുണ്ടായിരുന്നു ഫോണിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ രാവിലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായി. ചപ്പാത്തി രാവിലെ അല്ല, ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ചോറ് ഉണ്ടാക്കി കഴിഞ്ഞ് ചപ്പാത്തി വേണം ചപ്പാത്തി എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻസിന് ചപ്പാത്തി, ആ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അതിന് മുമ്പ് തന്നെ നമ്മുടെ അനുമോളാണ് കിച്ചൺ ക്യാപ്റ്റൻ. അനുമോൾ പറഞ്ഞു വെജിറ്റേറിയൻകാർക്ക് ഞാനൊരു കറി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ജിഷിൻ പറഞ്ഞു വേണ്ട ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ചോറിൻ്റെ കൂടെയാണ് ഒരു കറി എന്ന് ഉദ്ദേശിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ജിസേൽ പറഞ്ഞത് പ്രകാരം ജിഷിൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വന്നു. ജിസേലിന് ചപ്പാത്തി മതി, അതുപോലെ ലക്ഷ്മിക്കും ജിഷിനും ചപ്പാത്തി. ചപ്പാത്തി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ്, അപ്പം ഓൾറെഡി വെജിറ്റേറിയൻ കറി അവിടെ ഉണ്ട്, വെജിറ്റബിൾ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വെജിറ്റേറിയൻ കറി ഉണ്ട്. ഇവർക്കൊരു 1/2 കിലോ മട്ടനാണ് കിട്ടിയത്. അത് ഉരുളൻകിഴങ്ങും കൂടി ഇട്ട് അനുമോള് എല്ലാവർക്കും ഒരു ചെറിയ പീസ് വീതം കിട്ടുന്ന രീതിയിലാണ് കറി വെച്ചത്. അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ രന ഫാത്തിമ ഓടി വന്നിട്ട് പറഞ്ഞു എനിക്ക് ചപ്പാത്തി വേണമെന്ന്. അപ്പോൾ അത് പറ്റില്ല, ജിഷിൻ പറഞ്ഞു അത് പറ്റില്ല, വെജിറ്റേറിയൻകാർക്ക് മാത്രമേ ചപ്പാത്തി ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വെജിറ്റേറിയൻകാർ എന്നാൽ പിന്നെ വെജിറ്റേറിയൻകാർക്കാണോ ഇപ്പോൾ മറ്റുള്ളവരെന്താ ചോറ് കഴിച്ചാൽ എന്താണ്, ചോറും ചപ്പാത്തിയും തമ്മിൽ എന്താണ് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ വ്യത്യാസമെന്ന് റെന ഫാത്തിമ ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, മട്ടൻ കറി കഴിക്കുന്നവർക്ക് ചപ്പാത്തി തരാൻ പറ്റില്ല. അപ്പോൾ ഉടനെ റെന പറഞ്ഞു എനിക്ക് മട്ടൻ കറി വേണ്ട, എനിക്ക് വെജിറ്റേറിയൻ കറിയും ചപ്പാത്തിയും മതി. അങ്ങനെ അവിടെ ഒരു പിടിയും വലയായി. അപ്പോൾ ജിഷിനെ സംബന്ധിച്ചോളം ജിസേലിന് പറഞ്ഞതാണ്. അപ്പോൾ ജിസേൽ ഓടി പിടിച്ച് വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ജിഷേൽ നിനക്കെന്തിനാ ചപ്പാത്തി, ഞങ്ങൾക്കാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. അപ്പോൾ ജിഷിൻ എന്തിനാണ് ഈ ജിസേലിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആർഗ്യൂ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ചോറ് തിന്നാൽ എന്താണ് പ്രശ്നം, ജിഷിൻ ചോറ് തിന്നാത്ത ആളാണോ? അപ്പോൾ ജിസേലിന് ചപ്പാത്തി വേണ്ടതുകൊണ്ട് ജിസേലിന് വേണ്ടിയിട്ട് ജിഷിൻ അവിടെ ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്യുന്ന ഒരു ജിഷിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജിസേൽ മറ്റുള്ളവരെല്ലാം ഇപ്പോൾ കുറച്ച് അകന്ന് മാറിയിട്ടുണ്ടല്ലോ. കാരണം ജിസേലിൻ്റെ ട്രിക്ക് അവർക്ക് മനസ്സിലായി. ഒരു വശീകരണം കാണിച്ചിട്ട് എല്ലാവരെയും അടുപ്പിച്ച് നിർത്തി സേഫ് ഗെയിം. ഇപ്പോൾ തന്നെ ഈ പ്രാവശ്യം നോമിനേഷൻ വന്നിട്ടില്ല. നോമിനേഷന് വരാതെ അവിടെ ഓരോ ആഴ്ചയും പിടിച്ച് നിൽക്കുക, അഥവാ നോമിനേഷൻ വന്നാൽ തന്നെ ഔട്ടായി പോകുന്നവരുടെ വോട്ട് കിട്ടുക, ഇതൊക്കെ തന്നെയാണ് ജിസേലിൻ്റെ കാര്യം. അപ്പോൾ ജിസേൽ എല്ലാവരെയും കൂടി തട്ടി മുട്ടിയൊക്കെ അടുപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. കാരണം ഈ ഔട്ടായി പോകുന്നവർ ജിസേലിന് വോട്ട് ചെയ്യും. ഔട്ടായി പോകുന്ന ആൾക്കാരുടെ എല്ലാം ഒരു ആർമി ഉണ്ടല്ലോ, അപ്പോൾ അവർ ജിസേലിന് വേണ്ടി വോട്ട് ചെയ്യും. അതുകൊണ്ടാണ് ജിസേൽ അവരെല്ലാം പിടിക്കുന്നത്. ജിസേലിനറിയാം പല ആൾക്കാർ ഇതിനകത്ത് ഔട്ടായി പോകാനുള്ളതാണെന്ന്. അപ്പോൾ ഇന്നലെ അങ്ങനെ ജിഷിനുമായിട്ട് രന ഫാത്തിമ പോയിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കോളാം ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പൊടി എടുത്ത സമയത്ത് അത് പിടിച്ച് വാങ്ങിക്കുന്ന ഒരു രംഗമുണ്ട്. അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ജിഷിനെ പോലെ ഇത്രയും ഒരു മെച്ചുവേർഡായിട്ടുള്ള ഒരു പേഴ്സൺ, പൊടി ഒരു പെണ്ണല്ലേ, അതൊരു 10-18 വയസ്സുള്ള ഒരു പെങ്കൊച്ചിനെ അങ്ങനെ പിടിച്ച് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഉണ്ടാക്കി തരാം, പിന്നെ നീ ഉണ്ടാക്കണ്ട, ഞാൻ നിനക്കൊരു 3 ചപ്പാത്തി എന്തായാലും ഞാൻ ഉണ്ടാക്കുമല്ലേ, 3 ചപ്പാത്തി ഉണ്ടാക്കി തരാം. ആദ്യം അത് പറഞ്ഞായിരുന്നു. പിന്നീടാണ് ബിന്നി അങ്ങാണ്ട് ഒരു പിടി ചോറ് വായിലോട്ട് വെച്ച് കൊടുത്തു എന്ന് പറയും. നീ ചോറ് കഴിച്ചു, നീ മട്ടൻ ചോറ് കഴിച്ചൂടെ, മട്ടൻ ചോറ് കഴിക്കും ഒരാൾ ഒരു ഇച്ചിരി ചോറ് വായിലോട്ട് ഒരു ഉരുള വെച്ച് കൊടുത്തപ്പോൾ എങ്ങനെ അവളുടെ ചോറ് എടുത്തിട്ടില്ലല്ലോ, അവൾക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞാൽ ചപ്പാത്തി എടുക്കണം. അപ്പോൾ ജിസേലിന് വേണ്ടിയിട്ട് ജിഷിൻ ഭയങ്കരമായിട്ട് കിടന്ന് വാദിക്കുമായിരുന്നു. ഇതായിരുന്നു നമ്മളിന്നലെ ആ ഒരു ഉച്ച സമയത്ത് കണ്ടത്. കാരണം ഒരു ജിസേലിന് വേണ്ടി ജിഷിൻ വാദിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം അടുത്ത ആളിനെ, കാരണം അക്ബറും ആര്യനും ഒക്കെ ജിസേലിന് വേണ്ടിയിട്ടുണ്ട്. ജിസേലിൻ്റെ പാവാട വള്ളികളാണ്. അപ്പോൾ അതിനകത്ത് ജിഷിനും കൂടി കുടുങ്ങിയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് സംശയം. അപ്പോൾ ജിഷിനോട് കുടുങ്ങിയ ജിഷിൻ്റെ കാര്യവും കട്ടപ്പോകയെ. കാരണം ജിഷിനെ കൂടെ നിർത്തുന്നത് എന്തിനാണ്, ജിസേലിൻ്റെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അതാണ് ഇന്നലെ നെക്സ്റ്റ്